ഇന്ന് ജൂൺ 2-ാം തീയതി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും 2-ാം തീയതിയാണ്. പക്ഷേ ഇതെന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ 3-ാം തീയതിയോ 4-ാം തീയതിയോ ഒക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ഈ വീഡിയോ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിലെ കുറച്ച് ചേഞ്ചസ് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. 2-ാം തീയതി പ്രവേശനോത്സവമായിരുന്നില്ലേ? എല്ലാ പിള്ളേരും അമ്മമാരും അപ്പന്മാരൊക്കെ ആയിട്ട് സ്കൂളിൽ പോയി പ്രവേശനോത്സവമൊക്കെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. ഞാനും ഇന്ന് സ്കൂളിൽ പോയി. പക്ഷെ എൻ്റെ കൊച്ചിനെ കൊണ്ട് പോയതല്ല കേട്ടോ, ഞാൻ സ്കൂളിൽ ചേരാൻ പോയതാണ്. എന്താ ഞാൻ പഠിക്കാൻ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 ഒക്കെ ആ സമയത്ത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഫാഷൻ ഡിസൈനിങ് പഠിക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്തോ ആ സമയത്ത് നടന്നില്ല. ഞാൻ BCom ഒക്കെ പഠിച്ച് ആ ഒരു മേഖലയിലേക്ക് ഡൈവേർട്ടായിപ്പോയി. ഇപ്പോൾ ഞാനിവിടെ ഹസ്ബൻഡിനോട് എൻ്റെ ഈ ആഗ്രഹം പറഞ്ഞപ്പം പുള്ളിയാണെങ്കിൽ കട്ട സപ്പോർട്ട്. പുള്ളി പറഞ്ഞു നീ പോയി പഠിച്ചോടി, ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പോയി ഇന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ ഞാനും പഠിക്കാൻ പോയി. മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓടിയെ രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊച്ചിനൊരു ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. അവനത് വെച്ചോണ്ടിട്ട് ഇരിക്കുന്നുമില്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് ഇന്ന് നടന്നതുപോലെ തന്നെ എൻ്റെ ചാനലിനും കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാൻ പോകാട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടവർക്കറിയാം, ആദ്യ കാലത്തൊക്കെ ഞാനും എല്ലാവരെയും പോലെ തന്നെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ വീഡിയോസിന് വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, അധികം വ്യൂസ് ഇല്ലായിരുന്നു, 200-300 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എപ്പോഴും ഞാനൊരു ഫാമിംഗ് വീഡിയോ ഇട്ടു, അത് കയറി കണക്റ്റായി ക്ലിക്കായി അങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒരു 5000 പേരൊക്കെ ഉള്ളൂ. അപ്പം കാന്താരിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാന്താരിയായിട്ട് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ, അതായത് അതിൻ്റെ വിത്ത് മുതൽ വിപണനം വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും അതിൻ്റെ അകത്ത് ഇട്ടേക്കാം. അതിൻ്റെ അകത്ത് കയറി കാണാം. ഒരു വണ്ടി വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് കയറി കാണാം. ഇനിയിപ്പോൾ ഈ ചാനലുകളിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് പാഷൻസ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ അങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ പാഷൻസ് എന്ന് പറയുമ്പോൾ ഫാമിംഗ് ഒരു പാഷനായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫാഷൻ ഡിസൈനിങ്, അതുപോലെ തന്നെ വേറെയുണ്ട് കുറേ ട്രാവൽ ചെയ്യണം, വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം, പിന്നെ എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്, ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ കുറേ പാഷനുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള വീഡിയോസുകളായിരിക്കും ഇനി എൻ്റെ ഈ ചാനലിൽ വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ് കാന്താരി കൃഷി വേണ്ടാന്ന് വെച്ചിരുന്നല്ല, അത് ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ഫുള്ള് ഈ കൊച്ചുള്ളപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലേണ്ട കാര്യമില്ല. എൻ്റെ ഒരു മേൽനോട്ടമൊക്കെ മതിയാവും. കാരണം സപ്പോർട്ടിന് എൻ്റെ ഹസ്ബൻഡുണ്ട്, ജോലിക്കാരുണ്ട്, അവരൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ഇനിയിപ്പോൾ എനിക്ക് വേറെ കുറേ പാഷനുകളുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. അതായത് എനിക്ക് കുറേ ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്, പുതിയ പുതിയ ഫുഡുകളൊക്കെ കഴിക്കാൻ വേണ്ടി ഇഷ്ടമാണ്. കുഞ്ഞൻ അവിടെ കിടന്ന് വെള്ളം തുടങ്ങി, ഞാൻ ഒന്നെടുക്കട്ടെ. എൻ്റെ കുഞ്ഞൻ വന്നു, അപ്പോൾ കുഞ്ഞൻ്റെ കൂട്ടത്തിൽ കുറേ ട്രാവൽ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫാഷൻ ഡിസൈനിങ്, അത് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് തന്നെ എനിക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാനായിട്ട് ഭയങ്കര താല്പര്യമാണ്, ഇൻട്രസ്റ്റബിൾ ആണ്. അപ്പം അത് തുടങ്ങണം. അത് ഉടനെ തുടങ്ങുന്നൊന്നുമല്ല, ഒരു 2 മന്തിനുള്ളിലൊക്കെ ഞാനത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രാവൽ ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരുപ്പൂർ പോയി, ബോംബെ, ബാംഗ്ലൂർ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ സൂറത്ത് വരെ പോയി. കാരണം നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം മെറ്റീരിയൽ ക്വാളിറ്റി, സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് എൻ്റെ പാഷനുകളായിരിക്കും. ഇവരുണ്ടല്ലോ ഈ കായ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബഹളം വെക്കുന്നത്. ഇത് എന്ത് ചെടിയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ നമുക്ക് പറിച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ട ബഹളം എല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 മാസത്തിനുള്ളിൽ എൻ്റെ ബ്രാൻഡ് ലോഞ്ച് ആകും. അത് ഓഫ്ലൈൻ സ്റ്റോറൊന്നുമല്ല കേട്ടോ, ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചാനലും വെബ്സൈറ്റൊക്കെ ഉണ്ടാകും കേട്ടോ. അത് ഞാൻ നിങ്ങളെ പുറകെ അറിയിക്കാം. അതിൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഈ ചാനലിൽ എൻ്റെ പാഷൻസൊക്കെ ആയിട്ടായിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലിടുന്ന വീഡിയോസും കണ്ട് നിങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.